ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത. അത് എന്താ വെച്ചാൽ സൗണ്ടൊക്കെ പോയിരിക്കുക കേട്ടോ. ഞങ്ങളൊന്ന് പെഹൽഗാം വരെ പോയതാണ്. സൗണ്ടൊക്കെ പോയി. പിന്നെ കുറച്ച് സൗണ്ട് ചിലപ്പം കുറച്ച് കുറവായിരിക്കും കേൾക്കുന്നത്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളെന്താ ഗുൽമാർഗിലേക്ക് വന്നതാണ്. അപ്പം അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ കാണാം. ഓക്കെ. കുഞ്ഞാപ്പിൻ്റെ കൈ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. നല്ല ഉറക്കമാണ് ആള്. ഞാൻ വെച്ച് അവള് കിടന്നോട്ടെ. ഉണ്ണി ഉറങ്ങല്ലേ ചേട്ടാ? അപ്പോൾ ഇതാ ഞങ്ങൾ ഗുൽമാർഗിലെത്തി. ഗൊണ്ടോള റൈഡിന് പോവുകയാണ്, കേബിൾ കാറിൻ്റെ. അപ്പോൾ ഇതാ ഞങ്ങൾ കാർ റൈഡ് കയറാൻ വേണ്ടി പോവാണ്. मैडम हल्का एक तरफ से फोटो वीडियो बढ़िया ഞങ്ങളിതാ ഗോണ്ടോള കറയിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ക്യൂ നിൽക്കണം. നമ്മൾ ആ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് നടക്കുന്നത്. രജിഷയുണ്ട്. ഇന്ന് ചേച്ചി വന്നിട്ടില്ല കേട്ടോ. ചേച്ചി 2 ദിവസം വന്ന് ചേച്ചിക്ക് ആവുന്നില്ല പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒന്നുമില്ല. കണ്ണേട്ടനും കുഞ്ഞിനും, ഉണ്ണി, രജിഷേട്ടൻ, അമ്മ, ഇഷ്ടംപോലെ ആളുണ്ട്. ഞങ്ങളിതാ ഇവിടുന്ന് ടിക്കറ്റ് ഒക്കെ കാണിച്ച് ഐ ഡി പ്രൂഫും കാണിച്ച് പോവുകയാണ് മുന്നോട്ട്. ഇത് കണ്ടിട്ട് ഗോൾഡൻ ടെമ്പിളിൽ പോയൊരു ഫീല്. അവിടെ എങ്ങനെയാണ് ഈശ്വര, നല്ല ക്യൂ ഉണ്ട് കേട്ടോ. സമയവും കാര്യങ്ങളും ഇല്ല കേട്ടോ. 9 മണിക്ക് 9 അതിൻ്റെ എൻട്രൻസ് താഴെ കിട്ടിയില്ല. ഇതാണ് മെയിൻ ഞങ്ങൾ കയറാൻ പോകുന്ന ഗൊണ്ടോള കേബിൾ കാറിൻ്റെത്. ഇതൊക്കെ കയറാനുള്ള ക്യൂസ്. അതാ ഫൈനലി ഞങ്ങൾ കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ പാസഞ്ചേഴ്സ്. ഓ 6 ആക്കി ഇരിക്കല്ലേ ഒരു.
അപ്പോൾ ഗൈസ് ഞങ്ങൾ ഗൊണ്ടുള്ള കാറായിട്ട് കയറാൻ പോകട്ടോ. ഇന്ന് കൃഷ്ണ കഴിഞ്ഞോ? അതിൽ അല്ലല്ല, അതിൽ നമുക്ക് കയറാൻ കഴിയണ്ടാവില്ല. നമ്മള് കഴിയില്ല, നമ്മളെ മുന്നിൽ തന്നെ ഉള്ള ആളല്ലേ. അപ്പോൾ അത് പോകുന്ന സ്പീഡ് കാണിച്ചു തരാം. അല്ലല്ല, അത് പോകുന്നു കണ്ടോ ഗൈസ്, ഞങ്ങളേത് വന്നു. ഓക്കെ, ഞങ്ങൾ കയറിയിരിക്കുന്നത്. അമ്മയ്ക്ക് പിന്നെ ഒരു പേടി. എന്തോ ഉയരത്തിലാ പോകുന്ന നോക്ക്. അമ്മ അമ്മ എനിക്ക് അല്ലേ തന്നെ പേടിയാ. വാക്കിങ് ചെയ്യുന്നവരുണ്ട്. അങ്ങോട്ട് നോക്കിയല്ലേ നമുക്ക് പേടി. ലിജി ഷർട്ട് എടുക്കോ? അവിടെ നിക്കുന്നൊന്നുമില്ല, പോയിക്കൊണ്ട് പോകാൻ കാരണം അല്ലേ. ഇറങ്ങുവാൻ തന്നെ അന്നേരം ബാഗൊക്കെ വേഗം എടുത്ത് തോളിൽ ഇട്ടോണ്ട് വേഗം കുഞ്ഞാപ്പി കുറച്ച് വലുതായ പറയാം മോളെ, നമ്മളെ കാറിലൊക്കെ പോയി. കുഞ്ഞാപ്പി മോള് നോക്ക്, ഓള് നല്ല കാഴ്ച കാണുക. നോക്ക്, അത് ചിരിക്കുന്നുണ്ട്. ശരിക്കും നോക്ക്, അത് ചിരിക്കുന്നോക്ക്. അപ്പൊ താമസിക്കുന്നവരല്ലേ? അതാ വിറകൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടോ? ഇവിടെ മഞ്ഞ് വീണ മഞ്ഞ് ചെവി എന്താ അടയുന്നല്ലേ അതിന്റെ പ്രഷർ. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഫേസിൽ എത്താനാക്കിയിട്ടുണ്ട്, ഇറങ്ങാൻ പോവാണ്. ഇവര് മേടിച്ചിട്ടാണ് അടിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്. അതിന്റെ മോൻ ഇതിനൊരു പ്രശ്നമില്ല. അപ്പോൾ കാഴ്ച കാണാണ്. ഞാനിപ്പോ അത് കണ്ടില്ല. തണുപ്പില്ല ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നു. അയ്യോ, ചെവി തുറന്നൊക്കെ എന്താ പോലെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങി. കണ്ണേട്ടൻ എന്താ പോകുന്നത്? फोटो खींचेगा लाइव कहाँ लोकेशन यही है। और मैं फोटो लिया तो फेस टू फेस करने के लिए वॉशरूम ഇതാണ് ഫേസ് 1 കേട്ടോ. ഞങ്ങളിതാ ഫേസ് 1-ലെത്തി. സെക്കൻഡ് ഫേസ് ഇന്റർചേഞ്ച് ഇവിടെ എവിടെ?
എവിടെ? അയ്യോ ഇവിടെ വെയിലുണ്ടെങ്കിൽ തണുപ്പല്ലേ അമ്മേ. വാഷ്റൂം ഇവിടെ ഉണ്ട്. അപ്പോൾ ദാ ഇവിടെ ചെറിയൊരു പക്ഷെ ചെറിയൊരു തണുപ്പില്ലേ വെയിലത്തും. ആ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. വെയിലാണെങ്കിലും ആ വെയിലിൻ്റെ ചൂട് അങ്ങനെ അറിയുന്നില്ല. പക്ഷേങ്കിൽ ഇതിപ്പോൾ ഓഫ് സീസൺ അല്ല, അപ്പോൾ മഞ്ഞുണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. മഞ്ഞുണ്ടാവണമെങ്കിൽ സീസണിൽ വരണം. ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് ഈ കൊല്ലാണ് ഇവിടെ ഉണ്ടായത്. ഇത്ര ഒരു വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചൂട് വരുന്നത്. അതുകൊണ്ട് മഞ്ഞൊന്നുമില്ല. അല്ലെങ്കിൽ ഗുൽമാർഗിൽ ഒരു വർഷത്തിൽ 365 ദിവസവും മഞ്ഞുള്ള സ്ഥലമാണ് ഗുൽമാർഗ്. പക്ഷേങ്കിൽ ഇവിടുത്തെ ഇപ്രാവശ്യത്തെ ക്ലൈമറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് ഗുൽമാർഗിൽ മഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാലും ഞങ്ങളൊന്ന് സെക്കൻഡ് ഫേസിലൂടെ പോയി നോക്കുകയാണ്. അഥവാ എന്തെങ്കിലും ഒരു തരി മഞ്ഞെങ്കിലും കണ്ടാലോ. അതുകൊണ്ട് സെക്കൻഡ് ഫേസ് പോവാണ്ട് ഇപ്പോൾ കുറച്ച് നേരം ഫസ്റ്റ് ഫേസിൽ നിന്നിട്ട് ഇനി സെക്കൻഡിലേക്ക് പോകാൻ വിചാരിക്കുകയാണ്. ഇനി ഞങ്ങൾ പോകണം അങ്ങോട്ട് കേട്ടോ. അതിൻ്റെ മേലേക്കാണ് പോകേണ്ടത്. ആ മേലെ തുഞ്ചല്ലേ അവിടെ വരെ. അവിടെ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. നടക്കുമെന്ന് അറിയില്ല. ശരി പെണ്ണേ. ആ 2 ബാഗിലും വേണ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അറിയില്ല, ഞാൻ ബാഗ് പാക്ക് ചെയ്തില്ല കേട്ടോ. എന്താ കണ്ടേട്ടോ അവിടെ ആ തക്കാളിയാ വെച്ച ക്യാരറ്റോ? തക്കാളീൻ്റെ അടുത്ത് പച്ചമുളക് കുത്തി വെച്ചത്. ഉണ്ണിയെ നോക്കടെ അതൊന്നും തട്ടി വിൽക്കരുതേ. വാ, അടിപൊളി കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മഞ്ഞും കൂടി ഉള്ളപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, കുറച്ചുകൂടി നല്ല ഭംഗി. എവിടെ? ഇതിന്റെ പേരെന്താ? ബേൽപൂരി. പോയോ? അപ്പം ഞങ്ങളതാ ഒരു ബേൽപൂരി വാങ്ങിച്ചു. ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇടാ, കാണാൻ ഇഷ്ടമായി. ഞാൻ ചേരുന്നുണ്ട്. അതിലെ പോയി ഉണ്ണി അതിൽ. ഇവിടുന്ന് നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് വേണമെങ്കിൽ കുതിരയിൽ പോകട്ടോ. കുതിര സവാരി ഉണ്ട്. അപ്പോൾ ഏട്ടൻ്റെ വയ്യ അല്ല ചെങ്ങായി കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി കേബിൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ആട്ടിൻകൂട്ടം കണ്ടോ? കണ്ടിട്ട് ലിജിഷേട്ടാ, ഈ ആടിൻ്റെ നോക്കി നിങ്ങൾ ഇങ്ങനെ നിന്നിട്ട് കാണാൻ നല്ല ഭംഗിയില്ല. അങ്ങോട്ടേക്ക് മുന്നിലൊക്കെ അതാ ഉണ്ണിയതാ കണ്ണേട്ടൻ അവിടെ ഉണ്ട്. ഞാനിതോ ഇനിയിപ്പോൾ ഞങ്ങൾക്കിതാ അതിൻ്റെ മേലെ എത്തണം കേട്ടോ. ഏട്ടൻ ടോപ്പിൽ ഇതാ വീണു. ഞങ്ങളതാ അതിൻ്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടിത് അവിടെ ഉണ്ട്.
वो बढ़िया जगह है, वो देखो कितना लोग जा रहा है। मेरे नूर पे जाना जो भी क्या देखेगा, पत्थर ही देखना है और क्या है। पत्थर पे देख अगर इधर जाना है അപ്പി ഇവിടെ ഇനി അടുത്ത സെക്കൻഡ് ഫേസിലേക്ക് ചലിക്കുക. അപ്പോൾ ഇതാ ഞങ്ങൾ ഫസ്റ്റ് ഫേസിൽ നിന്ന് സെക്കൻഡ് ഫേസിലേക്ക് പോവുകയാണ്. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി സെക്കൻഡ് ഫേസിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. चलेगा भाई ഓ ഞങ്ങൾ കഷ്ടപ്പെട്ട് അതിലൂടെ കയറി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പോലെ അതിൽ എൻട്രി ഇല്ല, ഇതിലൂടെ പോകണം, ബാക്കിൽ കൂടെ പോകണമെന്ന്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി ബാക്കിൽ കൂടെ പോകാൻ നിൽക്കുകയാണ്.